ശബരിമല വിഷയം, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിൽ കുറേ പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു. രണ്ട് വലിയ രാഷ്ട്രീയ നേതാക്കൾ, CPM-ൻ്റെ നേതാക്കളായിട്ടുള്ള എൻ വാസുവും അതേപോലെ തന്നെ പത്മകുമാറും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പത്മകുമാർ ഒരു മുൻ MLA ആണ്, പത്തനംതിട്ട ജില്ലക്കാരനാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടുന്ന് മാറ്റുന്നത്. അദ്ദേഹം സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള ആളാണ് പത്മകുമാർ. അതേപോലെ തന്നെ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു. വാസുവും എല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടാണ്, എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പണികൾ നടത്തിയത്. ഇതിനകത്ത് പത്മകുമാർ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാദമുണ്ട്. അയാൾ പറഞ്ഞത്, ഈ അവിടുത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കീഴ്ശാന്തിയായിട്ട് ജോലി ചെയ്തിരുന്നത് കർണാടകയിലെ ജലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അപ്പം അന്ന് അവിടുത്തെ തന്ത്രി ആരായിരുന്നെന്നൊന്ന് അന്വേഷിക്കണം. അന്ന് അവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, രാജീവരാണ്. അപ്പോൾ ശബരിമല തന്ത്രി ആയിട്ടിരിക്കുന്ന ആൾ തന്നെയാണ് അവിടുത്തെ അന്നത്തെ തന്ത്രി. അപ്പോൾ അവിടുന്ന് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത്രയും ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ളതാണ് പത്മകുമാർ. അത് അന്വേഷിക്കണം, അന്ന് അവിടുത്തെ തന്ത്രി ആരാണെന്ന് അന്വേഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ദൈവതുല്യരായി കാണുന്ന ആളുകളൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവും എന്നൊക്കെ പത്മകുമാർ പറഞ്ഞു. ഈ ദൈവതുല്യരാരാണെന്ന് പത്മകുമാർ പറഞ്ഞില്ല. ഇനി അത് തന്ത്രിയാണെന്നോ മന്ത്രിയാണെന്നോ എന്നുള്ള വിവരം ഏതായാലും പത്മകുമാറിൻ്റെ വായിൽ നിന്ന് വെളിയിലോട്ട് വീണിട്ടില്ല. പക്ഷേ പത്മകുമാറിനെ ഇന്ന് കസ്റ്റഡി വാങ്ങുന്നുണ്ട്. ഇന്ന് കസ്റ്റഡി വാങ്ങുന്നത് SIT ഇന്ന് കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാറിൻ്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും കിട്ടും. പക്ഷേ ഈ പത്മകുമാറിൻ്റെ അറസ്റ്റോട് കൂടിയുണ്ടല്ലോ, ഈ വ്യഗ്രത അങ്ങ് തീർന്നു. ഈ അന്വേഷണത്തിലുള്ള ഒരു ധൃതി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങ് അടങ്ങി. അതിൻ്റെ കാരണം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അന്വേഷണം രാഷ്ട്രീയ ഉന്നതരിലേക്ക് പോവുമോ എന്നൊരു പ്രശ്നമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പം തന്നെ CPM ആകെ വെട്ടിലായിരിക്കുകയാണ് ഈ കാര്യത്തിൽ. കാരണം ഇത് എങ്ങനെ ജനങ്ങളിലേക്ക് വികസനം അങ്ങ് കൊണ്ടുവരാം എന്ന് വിചാരിച്ച് ഉള്ള കുറേ പൈസയൊക്കെ വാരിയൊക്കെ കൊടുത്തു ഏതെങ്കിലും വിധത്തിലൊക്കെ അത് വോട്ടാക്കി എടുക്കാം എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടിലിരിക്കുമ്പോഴാണ് ഈ വലിയ അടിയേറ്റത്. അയ്യപ്പനുമായിട്ട് ഇവർ എന്ന് കളിച്ചിട്ടുണ്ടോ അന്നെല്ലാം ഇവർക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതാ കാര്യം. പണ്ട് സ്ത്രീ പ്രവേശനം ശബരിമല വിഷയം, അതോടുകൂടി അതിനകത്ത് നല്ല അടി വാങ്ങി. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊന്ന് മുക്തനാവാൻ വേണ്ടി മുക്തരാവാനായിട്ട് പുതിയൊരു പരിപാടി കണ്ടുപിടിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം. അതങ്ങോട്ട് വന്ന് കഴിഞ്ഞ ഉടനെ ഉണ്ടല്ലോ, പടക്കം പൊട്ടുന്നത് പോലാണ് ഈ സ്വർണ്ണക്കൊള്ള വിവാദം അങ്ങോട്ട് വന്നു. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് വന്നു, പിന്നെ ഇത് ഈ രീതിയിലായി. പക്ഷേ ഇപ്പം ഈ കൊള്ളയെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ചില്ലറ കൊള്ളയൊന്നുമല്ല ഈ നടത്തിയേക്കുന്നത്. ഇവരാരും ഈ വലിയ രാഷ്ട്രീയ നേതാക്കളും അതിന് മുകളിലോട്ടുള്ള ആളുകളും അതുപോലെ ബാക്കി ആളുകളും എല്ലാം കൂടി ചേർന്ന് ഒരു വലിയ കോക്കസാണ് ഈ നടത്തിയേക്കുന്നത്. ഇവരിത് നടത്താൻ ഈ ചില്ലറ പണത്തിന് വേണ്ടി, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു 1 കോടി രൂപയുടെ സ്വർണമെന്നിരിക്കട്ടെ, അല്ലെ ഒരു 2-3 കോടി രൂപ, അതിനൊന്നും ഇവരാരും നിൽക്കത്തില്ല. അത് മനസ്സിലാക്കണം. അതായത് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതായത് ഈ കൊണ്ടുപോയ സാധനമൊന്നും അല്ല ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. തിരിച്ച് ഇത് ഫിറ്റ് ചെയ്തേക്കുന്നതൊക്കെ അതൊക്കെ മാറി. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കൊണ്ടുപോയ ഒറിജിനൽ പാളിയുടെ വാല്യൂ, സ്വർണത്തിൻ്റെ വാല്യൂ അല്ലത്. അതിനൊക്കെ ഒരെണ്ണത്തിനൊക്കെ ഏതാണ്ട് എങ്ങനെയായാലും ശരി കോടിക്കണക്കിന് വിലയുള്ളതാണ് ഓരോ പാളിക്കും ഒക്കെ അത് ഈ കിട്ടുന്നത് ഒറിജിനലിന്. കാരണം എന്താണെന്നറിയാം, ഇത് വാങ്ങാൻ ആളുണ്ട്. ആ ആളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അതാണ് നമ്മുടെ ഹൈക്കോടതി അന്ന് സുഭാഷ് കപൂർ കേസുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്തത്. ആരാണ് ഈ സുഭാഷ് കപൂർ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഒരു ഇൻഡോ അമേരിക്കൻ ബന്ധമുള്ള ഒരു വ്യാപാരിയാണ്. അയാളുടെ വ്യാപാരം എന്തോന്നറിയോ?
ഇതുപോലെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കൊള്ളയടിക്കുന്ന കൊണ്ടുപോകുന്ന മുതലുകൾ ഇൻ്റർനാഷണൽ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ കച്ചവടം നടത്തുന്നവനാണ്. അവനെ അവിടെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇന്ത്യക്ക് കൈമാറും. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് തിരിച്ച് അമേരിക്കയ്ക്ക് വീണ്ടും വേണം. കാരണം അയാളുടെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ അന്തർദേശീയ തലത്തിൽ അയാളെ സംബന്ധിച്ച് നടക്കുകയാണ്. അപ്പോൾ അയാൾ വിറ്റതുണ്ടല്ലോ, അയാളുടെ ബിസിനസ്സിനകത്ത് അയാൾ വിറ്റേക്കുന്ന ആൻറ്റിക് ഇതുപോലെ ആർട്ടിസ്റ്റിക് വാല്യുള്ള ആൻറ്റിക് കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്ന് എടുത്തേക്കുന്നത് അയാൾ വിറ്റേക്കുന്നത് എത്രയെന്നറിയോ? 141 കോടി ഡോളറിൻ്റെയാണ്. 141 കോടിയല്ല, സോറി, 143 മില്യൺ. 143 മില്യൺ ഡോളറിൻ്റെ ബിസിനസ്സായിരുന്നു. 143 മില്യൺ എന്ന് പറഞ്ഞാൽ 1430 കോടി ഡോളർ. 1430 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ബഹുമാന്യനായ നരേന്ദ്രമോദി പണ്ട് കോൺഗ്രസിന് കുറ്റം പറഞ്ഞെങ്കിലും കൊണ്ടെത്തിച്ചേക്കുന്നത് ഇപ്പോൾ 90 രൂപയല്ല ഒരു ഡോളറിന്. കേട്ടോ, വലിയ വിജയമാണ്. ഡോളറിന് എന്തുകൊണ്ടിങ്ങനായി എന്നൊക്കെ ചോദിച്ചല്ലോ അന്ന്. 50 രൂപയ്ക്ക് താഴെയുള്ള ഡോളർ എങ്ങനെ ഇങ്ങനെ പോയി? ഞാനാണെങ്കിൽ 40 രൂപ കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ. 90 രൂപയാണ് ഒരു ഡോളറിന്. അതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ കച്ചവടം നടത്തുന്ന ആളാണ്. ഇതൊക്കെ ഇയാളുടെ കയ്യിൽ പോയാലുണ്ടല്ലോ, ഇത് എത്ര കോടി രൂപയ്ക്കായിരിക്കും പോയിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതേപോലുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവിടുത്തെ മണി വരെ അടിച്ചുകൊണ്ട് പോയി. ഈ 18-ാം പടിയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന 2 സൈഡിൽ സ്ഥാപിച്ചിരുന്ന മണി വരെ അടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് അതിൻ്റെ വിദഗ്ധരൊക്കെ ഇപ്പോൾ പറയുന്നത്. അതേപോലെ വേറെ ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്. മാത്രമോ ഈ സ്വർണ്ണം, ഈ കൊടുക്കുന്ന കാണിക്കയായിട്ടുള്ള സ്വർണ്ണം, ഇതൊന്നുമല്ല സ്വർണം. ഇഷ്ടംമാതിരി കാണിക്കയായിട്ട് കൊടുക്കുന്ന എറിഞ്ഞു കൊടുക്കും. അതൊന്നും കൺവേയർ ബെൽറ്റിൽ പോലും വീഴത്തില്ല പലപ്പോഴും. അതൊക്കെ അവിടെ തെറിച്ച് വീഴും. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ദൈവതുല്യരെന്ന് പറയുന്നത് ഇനി തന്ത്രിയാണോ മന്ത്രിയാണോ എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കണം. പക്ഷേ അന്വേഷണം അതിലേക്കങ്ങ് നീളും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ അന്വേഷണത്തിന് ഒരു ചെറിയ താളപ്പിഴ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മെല്ലെപ്പോക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് എത്രത്തോളം മുകളിലോട്ട് പോവും എന്നുള്ളത് ഇപ്പം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കാത്ത ഒരു കാര്യത്തിലേക്ക് ഇരിക്കുകയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും അയ്യപ്പൻ്റെ സ്വർണം മോട്ടിച്ചിട്ട് വന്നേക്കുന്നത് എന്ന് പറയാൻ തുടങ്ങും. കുറ്റമല്ല, ജനങ്ങൾ പറയത്തില്ലേ? വിശ്വാസികളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ മുറിവല്ലേ ശബരിമലയിൽ കാണിച്ചേക്കുന്ന ഈ അനാവശ്യം. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇപ്പോൾ ഏതായാലും ശരി, ഇപ്പോൾ ഈ രാജീവരുടെയും അതുപോലെ കണ്ഠരര് മോഹനരുടെയും ഒക്കെ മൊഴിയെടുത്തിട്ടുണ്ട്. കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എല്ലാം കൂടെ ഏതായാലും ഇവരെല്ലാം കൂടെ ഭരിച്ച് അതായത് ആത്മീയ നേതാക്കളായാലും അതുപോലെ രാഷ്ട്രീയ നേതാക്കളായാലും എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ അന്വേഷണം അങ്ങോട്ട് പോവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടും ഇനി. കാരണം രാഷ്ട്രീയ നേതൃത്വം ഇതിനകത്ത് ഉള്ളിടത്തോളം കാലം ഇത് പ്രശ്നമാണ്. ഏതായാലും ആ പ്രശ്നം നമുക്ക് എത്രത്തോളം ഉണ്ടാകും എന്നിനി നമുക്ക് നോക്കിയിരുന്ന് കാണാം, അതേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ അന്വേഷണം എങ്ങോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ നിലയ്ക്ക്.